Yachu, good morning. Yachu, good morning. Berarti kora. എവിടെയെങ്കിലും പോകുമ്പോൾ ക്വൈറ്റ് നാച്ചുറലായിട്ട് എന്തെങ്കിലും ഒരു സാധനം നമ്മൾ മറക്കും, അല്ലാണ്ട് എവിടെ ഇറങ്ങി ചരിത്രമില്ല. സോ ഇതുപോലെ മറന്നു വെച്ച സാധനം എടുക്കാനാണ് ഇപ്പോൾ ആദ്യം തിരിച്ചു വന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഈസി വീക്കെൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്താലോ? രാവിലെ തന്നെ റെഡി ആയിട്ട് ഇറങ്ങി. ആക്ച്വലി പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെയാണ് ഞങ്ങൾ ട്രിപ്പിന് ഇറങ്ങി തിരിച്ചത്. ഇൻ കേസ് സ്റ്റേ ചെയ്താലെന്ന് വിചാരിച്ച് എക്സ്ട്രാ ഡ്രസ്സും പാക്ക് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. മൈസൂർ റൂട്ട് പിടിച്ച് നേരെ വിട്ടു. ഇതാണ് ശ്രീ വേണുഗോപാല സ്വാമി ടെമ്പിൾ. കർണാടകയിലെ KSR ഡാമിൻ്റെ അടുത്തായിട്ടാണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. കാവേരി നദിയിലെ വെള്ളപ്പൊക്കത്തിൽ 70 വർഷത്തിലേറെ കാലം വെള്ളത്തിനടിയിലായിരുന്ന ഈ ക്ഷേത്ര സമുച്ചയം ഖോദായ് ഫൗണ്ടേഷൻ ഓരോ കല്ലും കൃത്യമായി വേർപെടുത്തി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി പുനർനിർമ്മിക്കുകയായിരുന്നു. മൈസൂരിൽ നിന്ന് 25 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ളത്. വൃന്ദാവൻ കാടിലേക്ക് പോകുന്നവർക്ക് ഈസി ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണിത്. ഇവിടെ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട് ആൻഡ് നോ പാർക്കിംഗ് ഫീ. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6:30 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണിത്. ചുറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അമ്പലത്തിനുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല. അത് മാത്രമല്ല ഇവിടെ ഭണ്ണാരോ മറ്റു പൂജ കഴിപ്പിക്കൽ പരിപാടികളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റിലോട്ടേക്ക് പോയാൽ ഈ കാണുന്ന മൈതാനം പോലുള്ള സ്ഥലത്തെത്തും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് പീസ്ഫുൾ. വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ദർ. ജസ്റ്റ് സിറ്റ് ആൻഡ് റിലാക്സ്. ഞങ്ങൾ നട്ടുച്ചക്കാണ് പോയത്. ബട്ട് ലേറ്റ് ഈവനിങ് ഓർ ഏർലി മോർണിംഗ് ആണെങ്കിലും ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല സമാധാനമുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. സമാധാനത്തിൽ ഇങ്ങനെ വെറുതെ വന്നിങ്ങനെ ഇരിക്കാം. നൈസ് പ്ലേസ്. എനിക്കിഷ്ടപ്പെട്ടു.
കഥ അറിയാറിയില്ല. വേറെന്താ പറഞ്ഞില്ല വൃത്തിക്ക് അതെയാ നിർമ്മല. ഓക്കെ എന്നാ കഥ പറഞ്ഞുതരാം. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് നേരെ ഗുണ്ടൽപേട്ടിലേക്ക് വിട്ടു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 5ാമത്തെ വർഷമാണ് ഞാൻ ഗുണ്ടൽപേട്ടിലേക്ക് വരുന്നത്. ഇറ്റ്സ് ഓൾവേസ് എ ഹാപ്പി പ്ലേസ്. ചെണ്ടുമല്ലി സൂര്യകാന്തി പൂത്തു തുടങ്ങിയിട്ടുണ്ട്. And the sunflower season has officially begun. റോഡ് സൈഡിലുള്ള ഒരു സൂര്യകാന്തി തോട്ടത്തിൽ ഞങ്ങൾ കയറി. അവിടെ എൻട്രി ഫീ ഉണ്ടായിരുന്നു, എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഫസ്റ്റ് ടൈമാണ് ഈവനിങ് ഇത്ര സൺലൈറ്റിൽ ഞാൻ സൺഫ്ലവർ കാണുന്നത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത ശേഷം ബന്ദിപ്പൂർ വഴി വയനാട്ടിലേക്ക് വിട്ടു. ഗുണ്ടൽപേട്ട് നിയർ ബൈ അത്ര നല്ല സ്റ്റേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വയനാട്ടിലാണ് റൂം എടുത്തത്. തടുക്കുന്നില്ല യാശ്വിന്, ആന്റിക്ക് തടുക്കുന്നത് നമുക്കൊന്നും തടുക്കുന്നുണ്ട്. നീനെ തടുക്കാത്ത ജീവിയല്ലേ, നീ പിന്നെ തടുക്കാത്ത ജീവിയല്ലേ. റൂമിലെത്തുമ്പോഴേക്ക് രാത്രിയായി. സോ ചെക്ക് ഇൻ ചെയ്ത് ഫുഡ് കഴിക്കാൻ പുറത്തുപോയി തിരിച്ചു വന്ന് കിടന്നുറങ്ങി. അതാണ് ഞങ്ങളുടെ റൂം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഒരു ഹോം കൺവേർട്ട് ചെയ്ത പോലെയാണ്. ഒരു സ്ലോ ട്രിപ്പ് പ്രിഫർ ചെയ്തതുകൊണ്ട് പുലർച്ചെ ഒന്നും എണീക്കാൻ നിന്നില്ല. ഈ സ്റ്റേഡിൻ്റെ ഹോം സ്റ്റേ ഇറ്റ് വാസ് നൈസ്. ഇവിടെ പൂളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ഒരു വീക്കെൻഡ് സ്റ്റേക്കേഷനൊക്കെ പറ്റിയ സ്ഥലമാണിത്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇഫ് യു വാണ്ട് ചെക്ക് ഇറ്റ് ഔട്ട്. രാത്രി പൂളിൽ പോകേണ്ട ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. 10 മിനിറ്റ് തികച്ച് വെള്ളത്തിൽ നിന്നിട്ടില്ല. വരച്ച് റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നു. ഡെയിലി 10,000 സ്റ്റെപ്പ് ആക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് നടക്കുന്ന ലേ ഷംജ കേവി. മഴ. ഒരു ക്ഷേത്രത്തിൻ്റെ ബോർഡ് കണ്ട് അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. എന്തായാലും അത് വെറുതെ ആയില്ല. ചുറ്റും കാടുകളാൽ മൂടപ്പെട്ട ഒരു ക്ഷേത്രം. അതിൻ്റെ പരിസരം മുഴുവൻ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ഒരു മഴ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും മഴ പെയ്തു. ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ്. അതിൻ്റെ അടുത്തൊരു PHC ഉണ്ടായിരുന്നു. ഇന്ന് പോളിയോ കൊടുക്കേണ്ട ദിവസമായിരുന്നു. സോ രാത്രി പോളിയോ കൊടുത്ത് വരുമ്പോൾ
അതിൻ്റെ നിയർ ബൈ ആയിട്ട് ഒരു ചെറിയ ആമ്പൽത്തോട്ടം കണ്ടു. വൈറ്റ് ആൻഡ് റോസ് കളറിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ്. ശ്രദ്ധിക്കണേ. ഓ നല്ല താമരൻ്റെ വലിപ്പുണ്ട് അല്ലേ. ഒന്നില്ലപ്പാ. ആ എല്ലാം ഓർമ്മയുണ്ട്. എല്ലാവരും ഇപ്പം ഇണങ്ങി നിൽക്കുന്നത്. അയ്യോ ഞാനും മഞ്ഞ പൂവും മഞ്ഞ. കുഴപ്പമില്ല, വൃത്തിയുണ്ട്. എന്നുവെച്ചാൽ തീരെ വൃത്തി ഉണ്ടാവില്ല അത്. എന്നെക്കാളി വലുത്. കുറേ സൺഫ്ലവേഴ്സ് ഒക്കെ കണ്ട് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയി. ലാസ്റ്റ് ടൈം ഞാൻ ഗുണ്ടൽപേട്ട് വന്നപ്പോൾ ഇവിടെ അടുത്തുള്ള ഹിമോദ് ഗോപാലസ്വാമി ടെമ്പിളിൽ പോയിട്ടുണ്ടായിരുന്നു. ഇത്തവണയും പോകാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ബട്ട് ക്യൂ കണ്ടപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. സോ വി ക്യാൻസൽ ദ പ്ലാൻ. അമ്പലത്തിലേക്ക് പോകുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട. എന്നിട്ട് നേരെ മൈസൂരേക്ക് വിട്ടു. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു റെയിൽ മ്യൂസിയം ഉണ്ട്. ട്രെയിൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ ടോയ് ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ട്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, എൻട്രി ടിക്കറ്റ് തന്നെ മതി.
ഒറിജിനൽ ട്രെയിൻ അപ്പുറമുണ്ട്. Very beautiful small place. Okay. അറിയിക്കാം. ലെഫ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് അവിടെ. ഇവിടെ സ്റ്റെപ്പ് അതവിടെ ചവിട്ടി. യാച്ചന് ഇവിടെ ഭയങ്കര ഇഷ്ടമായി. ഈവനിങ് അത് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം ഒരു ചായയൊക്കെ കുടിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു.